ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുബാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. നാളത്തെ മഴ തോരും മുമ്പേ സീരിയൽ എപ്പിസോഡിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രോ നമുക്ക് കേട്ടാലോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കേൾക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, പുതുതായിട്ട് വരുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളത്തെ വിശേഷത്തിൽ ആദ്യം കാണിക്കുന്നത് തന്നെ നമ്മുടെ അലീന നെടുമ്പുരയ്ക്കൽ വീട്ടിൽ പോലീസ് വരെയാണ്. അതായത് അലീന നേരിടേണ്ടി വന്ന, ശരണ്യയുടെ വീട്ടിൽ നേരിടേണ്ടി വന്ന കാര്യങ്ങളൊക്കെ പോലീസ് അറിഞ്ഞിട്ട്, അത്രയും വലിയൊരു ക്രൂരകൃത്യം നടന്നിട്ട് പോലീസ് അതിനെ സംബന്ധിച്ച് ഇവരോട് നമ്മുടെ ബാലചന്ദ്രനോട് സംസാരിക്കാനായിട്ട് വന്നതാണ്, അല്ലാണ്ട് അവർക്ക് ദോഷകരമായിട്ട് സംസാരിക്കാനല്ല. അപ്പോൾ ഇനിയെങ്കിലും ശാലീനെ അങ്ങനെ വിടരുത്. അപ്പോൾ ബാലചന്ദ്രൻ ഇവരെ കാണിച്ചു കൊടുത്ത വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ട് ആകെ അമ്പരന്ന് അന്താളിച്ച് നിൽക്കുകയാണ്. കാരണം എന്താ ഏതാ കാര്യം, ഇത്രയും ഒരു പട്ടാപ്പകൽ ഒരു പെൺകുട്ടി അങ്ങനെ ചെന്നതിൻ്റെ പേരിൽ അങ്ങനെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്താനൊക്കെ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അത്ര വലിയൊരു ഇതായിട്ടുള്ള നിസ്സാരമായ ഒരു കാര്യമല്ല അത്. അപ്പോൾ അതുകൊണ്ട് പോലീസ് വന്നു. അപ്പം അലീനയെ കണ്ട് സംസാരിച്ചപ്പോൾ അലീനയ്ക്ക് അതിൽ ഒരു നടപടി കേസും കൊടുക്കണ്ട, അത് താൻ അവരുടെ അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ അവർ ചെയ്തതാണ്, അവരെ ഒന്നും ഉപദ്രവിക്കേണ്ട എന്നൊക്കെയാണ് അലീന പറഞ്ഞത്. പക്ഷേ ബാലചന്ദ്രൻ ഇതൊക്കെ കണ്ടിട്ട് ആ വീഡിയോ എല്ലാം പോലീസുകാർ ബാലചന്ദ്രനെ കാണിച്ചു കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ കുറേ പേര് ചേർന്ന് അലീനയെ പിടിച്ചു വയ്ക്കുന്നു, മണ്ണെണ്ണ ഒഴിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. അപ്പോൾ ആകെ ഒരു നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അതൊരു വല്ലാത്തൊരു ഇതായിട്ടുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ പോലീസ് വന്നപ്പോൾ ഇങ്ങനെ അലീന അതിനെതിരെ എനിക്ക് പരാതിയൊന്നും ഇല്ല എന്നുള്ളത് അലീന പറയുകയാണ്. അപ്പോൾ പോലീസുകാരെ പറഞ്ഞു ആയിക്കോട്ടെ, എന്തായാലും ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ഒറ്റയ്ക്ക് ഇത്രയും വലിയ ധൈര്യം കാണിച്ചൊന്നും പോകാനായിട്ട് നിൽക്കണ്ട എന്നുള്ള രീതിയിൽ അവർ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ബാലചന്ദ്രന് വല്ലാത്തൊരു പേടി തോന്നുകയാണ്. അപ്പോൾ അലീന പോലീസ് പോയി കഴിഞ്ഞപ്പോൾ അലീനയോട് ബാലചന്ദ്രൻ സംസാരിക്കുകയാണ്. മോളെ, നീ ഇതെന്ത് ഭാവിച്ചാണ് നീ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കണത്? നിനക്കൊരു ഭയവും പേടിയൊന്നും വരുന്നില്ലേ? ഇനിയും നീ അവിടെ പോവുക അല്ലെങ്കിൽ അവരുടെ അടുത്ത് പോകുന്ന അവസ്ഥ ഇതിനെക്കുറിച്ച്. അപ്പോൾ അലീന പറയണത് എനിക്ക് ശരണ്യയെ കാണാനായിട്ട് പോകണം അച്ഛൻ എന്നെ തടയരുത് എന്നുള്ളതൊക്കെയാണ് അലീന പറയണത്. പക്ഷേ ബാലചന്ദ്രൻ അത് ഉൾക്കൊള്ളാനേ നിൽക്കുന്നില്ല. ബാലചന്ദ്രൻ പറയുന്നത് വേണ്ട, ഒരിക്കലും ഇനി നീ പോകരുത്. കാര്യം ഇനി ഇപ്രാവശ്യം അവർ തീ കൊളുത്താൻ ശ്രമിച്ചെങ്കിൽ അടുത്ത പ്രാവശ്യം ഇനി വല്ല വാളും വാക്കത്തിയും ഒക്കെ ആണെങ്കിൽ നീ എന്ത് ചെയ്യും എന്നുള്ളതാണ് ബാലചന്ദ്രൻ പറയുന്നത്. അങ്ങനെയൊന്നും ഉണ്ടാകില്ല, അച്ഛൻ ടെൻഷൻ ആവണ്ട. എന്തായാലും ആ കുട്ടിയെ എനിക്ക് ഒരു ദുരന്തത്തിലോട്ട്, അതായത് ഒരു ആത്മഹത്യ അത് ചെയ്യും. കാര്യം അതിൻ്റെ മാനസികാവസ്ഥ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അതൊരിക്കലും തിരിച്ച് റിക്കവറായി അതൊരു ജീവിതത്തിലോട്ട് ആ കുട്ടി വരില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് അച്ഛൻ എനിക്ക് ഇനിയും പോകണം, അവളെ ജീവിതത്തിലോട്ട് കൈപിടിച്ച് കയറ്റണം എന്നൊക്കെ പറഞ്ഞ് അലീന അച്ഛൻ തടയരുത് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ബാലചന്ദ്രൻ ഒന്നും പറയുന്നില്ല. ബാലചന്ദ്രൻ പറഞ്ഞു ആയിക്കോട്ടെ, നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യും, ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് ഇങ്ങനെ പറയണേ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് കൃഷ്ണമോള്, അത് കഴിഞ്ഞ് അലീന പിന്നെ കിച്ചണിലോട്ടൊക്കെ ചെല്ലുകയാണ്. അപ്പോൾ കൃഷ്ണമോൾ അലീനയുടെ അടുത്ത് ചെന്നിട്ട്, അലീന ചേച്ചി, അച്ഛൻ എന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു, ചേച്ചി ഇതെന്ത് ഭാവിച്ചാണ്? ചേച്ചിക്ക് ഒരു ഭയമൊന്നും തോന്നുന്നില്ലേ? ചേച്ചി എന്ത് ധൈര്യത്തിൽ അവരുടെ അടുത്തങ്ങ് ചെന്ന് കയറിയത്? അവർ തീ കൊളുത്തിയിരുന്നെങ്കിലൊക്കെ എന്താ സംഭവിക്കണേ? അപ്പോൾ അലീന പറഞ്ഞു, അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല മോളെ, നീ പേടിക്കണ്ട. അവരപ്പോഴത്തെ ഒരു ചൂടിന് അങ്ങനെ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നെ രക്ഷിക്കാനായിട്ട് ദൂതനെ പോലെ ഒരാൾ അവിടെ വന്നു. നമ്മൾ ഒരു നന്മ ചെയ്യുമ്പോൾ നമുക്ക് ദൈവം എവിടെയെങ്കിലും ഒരു നന്മ കണ്ടുവെക്കും എന്നുള്ളതൊക്കെ ഇങ്ങനെ അലീന പറയുകയാണ്. അപ്പോൾ അലീന പറഞ്ഞു, ചേച്ചി എന്തായാലും രോഹിത്തേട്ടനും ഹരിയേട്ടനും ഒക്കെ ഇപ്പോഴും ജയിലിൽ കിടക്കില്ല. അപ്പോൾ ആ ചേച്ചിയെ കാണാൻ പോകുന്നത് അത് ശരിയാണോ എന്നുള്ള രീതിയിലൊക്കെ കൃഷ്ണമോള് അലീനയോട് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അലീന പറയുന്നുണ്ട്, മോളെ, ആ കുട്ടി നീ ഇപ്പം നമ്മുടെ ചോര അല്ലെങ്കിൽ നമ്മുടെ അനുജനെക്കുറിച്ചോ അല്ലെങ്കിൽ ചേട്ടനെക്കുറിച്ചോ മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. പക്ഷെ നീ ആ പെൺകുട്ടി, ശരണ്യ എന്ന പേരുള്ള ആ പെൺകുട്ടിയുടെ അവസ്ഥ, അതിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും ഒക്കെ മാനസികാവസ്ഥ കൂടെ ചിന്തിക്കണം. ഒരു ഇരുട്ട് മുറിയിൽ ചുരുണ്ടു മൂടി ഒരു വെളിച്ചം പോലും ഉള്ളിൽ കടക്കാണ്ട് ഒന്നും കഴിക്കാണ്ട് എനിക്ക് എപ്പോഴും മരിക്കണം എന്നിങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ശരണ്യ. അപ്പോൾ ആ കുട്ടി ഇനി ഒരിക്കലും അതിനൊരു സപ്പോർട്ടിങ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ കുട്ടി ജീവിതത്തിലോട്ട് മടങ്ങി വരില്ല. അതുകൊണ്ട് എനിക്ക് എന്തായാലും ആ കുട്ടിയുടെ അടുത്ത് പോവുകയും അതിനെ സമാധാനിപ്പിക്കുകയും ഒക്കെ ചെയ്യണം എന്നുള്ളതിങ്ങനെ അലീന പറയുന്നുണ്ട്. അപ്പം കൃഷ്ണമോള് പറഞ്ഞു, പക്ഷേ ചേച്ചി അവരുടെ രീതിയും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഭയം തോന്നുകയാണെന്നൊക്കെ കൃഷ്ണമോള് പറയണം. മോളൊന്നും പേടിക്കണ്ട, ഒരു പേടിയും വെക്കണ്ട, ഒരിക്കലും ഇനി അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടാവില്ല. കാര്യം അവർക്കത് പെട്ടെന്നുള്ള ഒരു ഇതുകൊണ്ട് അവരെന്നോട് ചെയ്തതാണ്, ഞാൻ ആ കുട്ടിയെ സ്വാധീനിക്കാൻ ശ്രമിക്കാൻ വേണ്ടി വന്നതാണ് എന്നുള്ളൊക്കെ ഒരു ചിന്ത വന്നതുകൊണ്ടാവാം അവരെന്നോട് അങ്ങനെ പെരുമാറിയത്.
ഉണ്ടായത്. അപ്പോൾ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കൃഷ്ണമോളെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ കൃഷ്ണമോൾ അടുക്കളയിൽ നിന്ന് കിച്ചണിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ ബബിത ഹോളിൽ നിൽക്കുകയാണ്. എൻ്റെ ബബിത കൃഷ്ണയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അവൾ എന്ത് ഭാവിച്ചാണ് അവൾ ഈ പോണത്? അവൾ രോഹിത്തും ഹരിച്ചേട്ടനോ ഹരിയൊക്കെ ജയിലിൽ കിടക്കുകയാണെന്നുള്ള ബോധം പോലും അവൾക്കില്ലേ? അവരെ ജയിലിലാക്കി ഇപ്പം 30 ദിവസത്തേക്കല്ലേ അവർ കിടക്കുന്നത്. എവൾ പോയി മിക്കവാറും അവർക്കുള്ള ശിക്ഷ 60 ദിവസം ആക്കി കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് അലീനെ കുറേ കുറ്റപ്പെടുത്തുകയാണ് കൃഷ്ണമോളെ മുന്നിൽ വെച്ച്. അപ്പോൾ കൃഷ്ണമോള് പറഞ്ഞു, അതെ, അലീന ചേച്ചിക്ക് അങ്ങനത്തെ ഒരു ദുരുദ്ദേശവും ഇല്ല. അലീന ചേച്ചി പോകുന്നെങ്കിൽ അതിന് എന്തായാലും ഒരു നല്ല വശം ഉണ്ടാകും, അതെനിക്ക് ഉറപ്പ്. പിന്നെ അവൾ വലിയ പുണ്യാളത്തിയല്ലേ, ഇനിയിപ്പോൾ പീഡിപ്പിക്കപ്പെട്ട കൊച്ചിനെ സമാധാനിപ്പിച്ച് നേർവഴി കാണിക്കാനൊക്കെ അവൾ നല്ല വലിയ പുണ്യാളത്തിയല്ലേ എന്നുള്ളതൊക്കെ ഇങ്ങനെ അലീനെക്കുറിച്ച് ബബിത കൃഷ്ണമോളടുത്ത് പറയുകയാണ്. എന്നിട്ട് കൃഷ്ണമോൾ കയറി പോകണം കേട്ടോ. ഇതേ സമയം അലീന പിറ്റേ ദിവസവും ശരണ്യെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം പോണ സമയത്ത് ബാലചന്ദ്രൻ തടസ്സപ്പെടുത്തി എങ്കിലും പോകണ്ടെന്ന് പറഞ്ഞെങ്കിൽ അലീന പെർമിഷൻ മേടിച്ചുകൊണ്ട് എന്നെ പോവാണ്. അങ്ങനെ അലീന നേരെ പോകുന്നത് നമ്മുടെ ഷാജിയുടെ വീട്ടിലാണ്. ഷാജിയുടെ വീട്ടിൽ ചെല്ലുകയും അവിടെ ചെന്നിട്ട് ഷാജിയുടെ പെങ്ങളുടെ ഒരു ചുരിദാറാണല്ലോ അലീന ഇട്ടുകൊണ്ട് വന്നത്. ആ ചുരിദാറൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അത് തിരിച്ചു കൊണ്ട് കൊടുക്കണം. അപ്പോൾ ആ ഷാജിയുടെ അമ്മ പറഞ്ഞു, വേണ്ടിയില്ലായിരുന്നു മോളെ, അത് കുഴപ്പമില്ലായിരുന്നു, നീ അത് തരാൻ വേണ്ടി വരേണ്ട ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അത് സാരമില്ലേ, അവളുടെ നല്ലൊരു ചുരിദാറല്ലേ, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. മോളിത് തരാൻ വേണ്ടി മാത്രമായിട്ടാണോ ഇങ്ങോട്ട് വന്നതെന്ന് ആ അമ്മ ചോദിക്കും. അല്ല അമ്മേ, ഞാൻ ശരണ്യെ കാണാൻ കൂടി വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. അതേസമയം നമ്മുടെ ഷാജി ആ സമയത്ത് അവിടെ വരെയാണ്. അപ്പോൾ ഷാജി ചോദിക്കും, ഇനിയും നിനക്ക് അവിടെ പോവേണ്ട കാര്യം ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ അലീന പറയും, പോണം ഷാജി ഏട്ടാ, ആ കുട്ടിയുടെ അടുത്ത് എനിക്ക് പറഞ്ഞ് സമാധാനിപ്പിച്ച് അതിനെ തിരിച്ച് ജീവിതത്തിലോട്ട് കൈപിടിച്ച് കൊണ്ടുവരണം എന്നുള്ളതിങ്ങനെ അലീന പറയുകയാണ്. അപ്പോൾ അലീന നേരെ അവരുടെ വീട്ടിൽ നിന്ന്, ഷാജിയുടെ വീട്ടിൽ നിന്ന് നേരെ ശരണ്യയുടെ വീട്ടിലോട്ട് നേരെ നോക്കി നടന്ന് എത്തുകയാണ്. അപ്പോൾ ശരണ്യയുടെ അമ്മയും അച്ഛനും ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് ശരണ്യ ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ, ഇനി എന്തിനാണ് എനിക്ക് കാണണേന്നൊക്കെ ചോദിച്ചാൽ അവർ അത്ര വലിയൊരു രസത്തിലല്ലാണ്ട് ചോദിക്കണം. അപ്പോഴേക്കും ശരണ്യയുടെ അച്ഛൻ വന്നിട്ട് പറയും, ഇന്നലെ നിന്നെ അങ്ങനെ ആക്കിയെന്ന് പറഞ്ഞ് എൻ്റെ മകനെ അവർ ഇവിടെ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി, നീ അത് അറിഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പോൾ ശരണ്യ പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ല അച്ഛാ, വീട്ടിൽ പോലീസ് വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അവരോട് ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു, എനിക്ക് പരാതിയൊന്നുമില്ല, അവരെ ഒന്നും ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞ് ഞാൻ അപ്പം തന്നെ വിട്ടു. അപ്പോഴേക്കും അകത്തു നിന്ന് ഗോപൻ, ശരണ്യയുടെ ബ്രദർ, ഇറങ്ങി വരേണേ. വന്നിട്ട് പറഞ്ഞു, നിൻ്റെ ഔദാര്യം കൊണ്ടായിരിക്കും ഞാൻ രക്ഷപ്പെട്ടത് എന്നുള്ളതാണോ? നീ ഔദാര്യമില്ല, ഞാൻ നിങ്ങളോട് അപ്പം തന്നെ ക്ഷമിച്ചായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അതേസമയം നമ്മുടെ ശരണ്യയുടെ അച്ഛൻ പറഞ്ഞു, ഇനി നീ എന്തിനാണ് ഇവിടെ നിൽക്കണേന്ന് ഇങ്ങനെ ചോദിക്കും. ആ ചോദിക്കുന്ന സമയത്ത് അലീന പറഞ്ഞു, എനിക്ക് ശരണ്യനെ കണ്ട് സംസാരിക്കണം എന്നിങ്ങനെ പറയാം. അപ്പോൾ പറഞ്ഞ്, ഇനി നീ അവളെ കാണേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയും. അങ്ങനെ പറയരുത്, നിങ്ങൾ എന്നെ ആട്ടി പുറത്തിറക്കിയിരുന്നാലും അവളെ കണ്ടിട്ടേ ഞാൻ പോകുള്ളൂ എന്നുള്ളതൊക്കെ ഇങ്ങനെ അലീന പറഞ്ഞു. ഒടുവിൽ ശരണ്യയുടെ അച്ഛൻ പറഞ്ഞു, അവൾ കാണുന്നെങ്കിൽ കാണട്ടെ, കണ്ടിട്ട് പൊക്കോട്ടെ എന്നിങ്ങനെ പറഞ്ഞു. പക്ഷേ ശരണ്യയുടെ അമ്മ ഒന്നും സമ്മതിച്ചില്ല, കാണണ്ടെന്നുള്ള ഇതായിരുന്നു. അങ്ങനെ ഒടുവിൽ അലീന അവരോട് സംസാരിച്ച് ശരണ്യയെ കാണാനുള്ള ഒരു ഇത് കിട്ടുകയാണ്. അങ്ങനെ ശരണ്യയെ കാണാൻ വേണ്ടി ചെല്ലണം. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ ആ കട്ടിലിൽ ഇരുട്ട് റൂമിൽ കിടക്കുന്ന പോലെ ആ കുട്ടി എല്ലാം തകർന്ന ഒരവസ്ഥയിൽ അവിടെ കിടക്കുന്ന സീനാണ് നമ്മുടെ അലീന കാണുന്നത് കേട്ടോ. അലീനയ്ക്ക് വല്ലാത്തൊരു ദയനീയതയാണ് ആ കിടപ്പ് കണ്ടപ്പോൾ തോന്നിയത്. അലീന അവിടെ ചെന്നിരുന്നിട്ട് അവളുടെ കൈകളിൽ ഒന്ന് തിരുമാണ്. അപ്പോഴേക്കും ആ കുട്ടി ഉണ്ടെന്ന്. പക്ഷേ എങ്കിലും അലീനയുടെ മുഖത്ത് നോക്കാനായിട്ട് അവൾ ശ്രമിക്കുന്നില്ല. കാര്യം അവൾക്ക് ആരെയും ഫേസ് ചെയ്യാനുള്ള ആ ഒരു മൈൻഡ് ശരണ്യയ്ക്ക് ഇല്ല. ആകെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലായിരുന്നു. അങ്ങനെ അലീന ആ കുട്ടിയെ എഴുന്നേൽപ്പിച്ച് തോളോട് ചേർത്ത് വെച്ചിട്ട് മാറോട് ചേർത്ത് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് തലോടി കൊണ്ട് സമാധാനിപ്പിക്കണം. മോളെ, നിനക്ക് ആരും ഇല്ല എന്നുള്ളൊരു തോന്നൽ നീ മനസ്സിൽ വെക്കരുത്, എല്ലാവരും നിന്നോടൊപ്പമുണ്ട്, നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല മോളെ, നിൻ്റെ എല്ലാ സപ്പോർട്ടും എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളെല്ലാ പേരും ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് എത്രത്തോളം ആശ്വസിപ്പിക്കാൻ
ചെയ്യാൻ പറ്റുമോ ആ രീതിയിലെല്ലാം അലീന ശരണ്യനെ ആശ്വസിപ്പിക്കുന്നത്. പക്ഷേ ആ ഒരു നിമിഷം ആണെങ്കിലും ശരണ്യയുടെ ഉള്ളിൽ എവിടെയോ ഒരു ആശ്വാസം അലീനയുടെ ആ ഒരു പ്രസൻസിൽ ശരണ്യയ്ക്ക് കിട്ടുകയാണ് കേട്ടോ. ആ കുട്ടിയുടെ മനസ്സിന് ആ കുട്ടി മുഖം ഉയർത്തി അലീനയെ നോക്കുകയാണ്. കാര്യം എന്താണ് ഏതാണ് എന്നൊന്നും അറിയില്ലല്ലോ. ആകെ വല്ലാത്തൊരു ദയനീയമായ ഒരു മാനസികാവസ്ഥ നേരിട്ടുകൊണ്ടിരിക്കുന്ന കുട്ടിയല്ലേ. അപ്പോൾ അലീന ഒരുപാട് സമാധാനിപ്പിക്കുന്നു. അപ്പം ശരണ്യയുടെ അച്ഛനും അമ്മയൊക്കെ വന്ന് നോക്കണം. അപ്പോൾ ആ സമയത്ത് ശരണ്യയുടെ അച്ഛനും അമ്മയും നോക്കണം അലീനയുടെ ആ ഒരു പെരുമാറ്റം തൻ്റെ മകൾക്ക് ചെറിയൊരു ആശ്വാസം നൽകുന്ന പോലെ അവർക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം അവളുമായിട്ട് സംസാരിക്കുകയും കുറച്ച് നേരം സമാധാനിപ്പിച്ച് അവളെ തലോടി പിന്നെ തൻ്റെ ശരീരത്തോട് ചേർത്ത് നിർത്തി തലോടി ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ ആ കുട്ടി അത്രത്തോളം ആശ്വസിപ്പിക്കുന്ന ഒരു സീനൊക്കെയാണ് വരുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് അലീന ശരണ്യയെ കണ്ട് സംസാരിച്ചിട്ട് അവിടെ നിറങ്ങുകയാണ്. ഇറങ്ങുന്ന സമയത്ത് വെളിയിൽ ഇറങ്ങിയിട്ട് പറയുന്നുണ്ട്, അത് ആ ശരണ്യയുടെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറയുന്നുണ്ട്, നിങ്ങൾ ഇനിയും ഞാൻ വരും, ഇവിടെ ആട്ടി ഇറക്കിയിരുന്നാലും ഞാൻ ഇവിടെ വരികയും ശരണ്യയെ കാണാൻ ശ്രമിക്കുകയും അവളുമായിട്ട് സംസാരിക്കുകയും ചെയ്യും. എനിക്ക് പറ്റും, അവളെ ജീവിതത്തിലോട്ട് തിരിച്ച് മടക്കി കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും എന്ന് പറഞ്ഞിട്ട് അലീന പോവാണ്. ഇതേ സമയം അലീന പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ഷാജി അലീനയെ വെയിറ്റ് ചെയ്ത് പുറത്ത് നിൽക്കണം. അപ്പം അലീന പറഞ്ഞു, അപ്പോൾ ഷാജി പറഞ്ഞു ബാ ഞാൻ വീട്ടിൽ കൊണ്ട് വിടാമെന്ന് പറഞ്ഞപ്പോൾ അലീന പറഞ്ഞു വേണ്ട, ഷാജിയേട്ടൻ്റെ ഓട്ടോയിൽ ഞാൻ കയറുന്നില്ല, കാരണം ഷാജിയേട്ടൻ എൻ്റെ കയ്യിൽ നിന്ന് പണം മേടിക്കില്ല. ഓരോരുത്തർ ജോലി ചെയ്യുന്നത് പണത്തിന് വേണ്ടിയിട്ടല്ലേ, അങ്ങനെ എന്നും എന്നെ കൊണ്ടുവന്ന് അങ്ങനെ പൈസ വാങ്ങാണ്ട് വിടണ്ടെന്ന് പറഞ്ഞു. പൈസ വാങ്ങുമെങ്കിൽ മാത്രമേ ഞാൻ കയറുള്ളൂ എന്ന് പറഞ്ഞു. അവസാനം ഷാജി വാങ്ങാമെന്ന് പറഞ്ഞ് അങ്ങനെ അലീനയെ ഓട്ടോയിൽ കയറ്റിയിട്ട് വീട്ടിലോട്ട് കൊണ്ടുപോവുകയാണ്. അലീന ഓട്ടോറിക്ഷയിൽ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ അലീനയുടെ ഫോണിൽ ഒരു കോൾ വരുന്നത്. അപ്പോൾ അലീന എടുക്കുമ്പോൾ നമ്മുടെ മനുശങ്കറാണ്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട് നീ എവിടെയാണെന്ന്. അപ്പോൾ അലീന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മനു ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ പറ്റിയത്, നീ എന്ത് രണ്ടും കൽപ്പിച്ച് നിനക്കൊരു ധൈര്യം, നിനക്ക് എന്താ ബോധമില്ലേ ഇങ്ങനെയൊക്കെ അലീന എന്നൊക്കെ ചോദിച്ചാൽ മനു കുറേ ഷൗട്ട് ചെയ്യണം. അപ്പോൾ ഒന്നും പേടിക്കേണ്ട മനുവായിട്ട്, ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇപ്പോഴും ആ കുട്ടിയെ കണ്ടിട്ടാണ് വരുന്നത്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതൊക്കെ പറയണം. അലീനയുടെ ചിന്തയിൽ ഇത്ര മാത്രമാണ് കാര്യം എന്ന് വെച്ചാൽ എന്തായാലും ഈ കുട്ടിക്ക് ഒരു നല്ല സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ അവൾക്ക് മരിക്കണം, അവളൊരു ആത്മഹത്യയിലോട്ട് അവൾ എന്തായാലും പോകും. അങ്ങനെ ഒരവസ്ഥ വരികയാണെങ്കിൽ രോഹിത്തിന് ഹരിക്കൊക്കെ അവരുടെ ജീവിതത്തിൽ ഈ പീഡനം മാത്രമല്ല പിന്നെ ഒരു ആത്മഹത്യയുടെ ഒരു ശിക്ഷ കൂടെ വാങ്ങേണ്ടി വരും എന്നുള്ളതാണ് അലീന ചിന്തിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയൊക്കെ ശ്രമിച്ചിരുന്നാലും അവളെ ജീവിതത്തിലോട്ട് കൈപിടിച്ച് കൊണ്ടുവരണം എന്നുള്ളൊരൊറ്റ ചിന്ത മാത്രമേ അലീനയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അലീന ഈ ഫോണിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഷാജി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അലീന വീട്ടിലെത്തുകയാണ്. അലീന ഇറക്കി വിടുമ്പോൾ അലീന പൈസ കൊടുക്കുന്ന ഷാജി മേടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ ഏകദേശ സീനുകളൊക്കെ ഇത്രയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നാളത്തെ പ്രൊമോ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.